നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ട്രഡീഷണൽ ഫുഡായിട്ടുള്ള ദാൽ ഫ്രൈ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ആ തയ്യാറാക്കാനായിട്ട് നമ്മൾ 200 ഗ്രാമോളം മൂങ് ദാലാണ് എടുത്തിരിക്കുന്നത്. പായസപ്പരിപ്പ് എന്ന് പറയും. ഒരു 4-5 തവണ കഴുകി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ വെള്ളത്തോട് കൂടിയാണ് നമ്മൾ കറി തയ്യാറാക്കുന്നത്. ഇതിനിപ്പോൾ ഉപ്പ് നമ്മളിപ്പോൾ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് പരിപ്പിൽ നമുക്ക് ഉപ്പ് പിടിക്കുകയുള്ളൂ. ഉപ്പ്, മഞ്ഞൾപ്പൊടി, അതിലേക്ക് അല്പം വെജിറ്റബിൾ ഓയിൽ, ഫ്ലേവർ ഇല്ലാത്ത ഓയിൽ, പാം ഓയിൽ ആയാലും കുഴപ്പമില്ല. ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടാണ് നമ്മൾ വേവിക്കാൻ വെക്കുന്നത്. ദാൽ ഫ്രൈയുടെ മസാല തയ്യാറാക്കാണ്. അതിനായിട്ട് നമ്മളിവിടെ കടായിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ ഒരു 3 ടേബിൾ സ്പൂണോളം വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുത്തു. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് സാദാ ജീരകം നമ്മൾ ഇട്ട് കൊടുത്തു. ഒരു ടീസ്പൂണോളം ജീരകമാണ് നമ്മൾ എടുത്തിട്ടുള്ളൂ. അത് നല്ല രീതിയിൽ പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു വെളുത്തുള്ളിയോളം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടേബിൾ സ്പൂണോളം ഇഞ്ചി ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുത്തു. രണ്ടും വളരെ ഫൈൻ ചോപ്പായിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയാണ് ഇതിലിട്ട് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 2 പച്ചമുളക് വളരെ ഫൈൻ ചോപ്പായിട്ട് ഉള്ളതും കൂടി നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇപ്പോൾ അതിൽ നമ്മൾ ജീരകം, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇത്രയായിട്ട് നല്ല രീതിയിൽ മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു സവാള, അതും വളരെ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തിട്ടുള്ള സവാള കൂടി നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇത് നമ്മൾ പാൻ ആയതുകൊണ്ട് വളരെ പെട്ടെന്ന് കുക്കാവും. നമ്മൾ ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് റെഡിയായി വരുന്നത്. അല്പം കൂടി ഉപ്പിട്ട് കൊടുത്ത് നമ്മൾ നല്ല രീതിയിൽ വഴറ്റിയെടുത്തു. അത് നല്ല ബ്രൗൺ കളറായി അതിനൊരു ഫ്ലേവറും നല്ലൊരു മണം വന്നു കഴിയുമ്പോൾ അതിലേക്ക് മസാല ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. 1/2 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടി, 1/2 ടേബിൾ സ്പൂണോളം സാദാ മുളക് പൊടി. ഇത്രയാണ് നമ്മൾ ആകെ ഇട്ട് കൊടുക്കുന്ന മസാല. ഫയർ പെട്ടെന്ന് കയറി കടായിലൊക്കെ കയറി പിടിക്കും. അതുകൊണ്ട് വളരെ കുറഞ്ഞ ഫയറിൽ നമ്മളിത് സോട്ട് ചെയ്യാണ്. അതിനുശേഷം നമ്മൾ അതിലേക്ക് ഒരു തക്കാളി, വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള തക്കാളി അതിലേക്ക് ഇട്ട് കൊടുത്തു. അതും നല്ല രീതിയിൽ നമ്മൾ വഴറ്റിയെടുത്തു. അത് 2 മിനിറ്റോളം നമ്മൾ ആ ചെറിയ ഫയറിലിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം ഒരു 3 വിസിൽ വന്ന് നല്ല രീതിയിൽ വെന്ത് അതിനുശേഷം നമ്മളൊരു 10 മിനിറ്റ് ശേഷം മാത്രമേ ദാൽ എടുക്കുന്നുള്ളൂ. അപ്പം നല്ല ഫൈനായിട്ട് ആ സംഭവം വെന്തുടഞ്ഞു. അത്രയും വെള്ളം തന്നെ നമ്മൾ വേറെ വെള്ളം ഊറ്റിക്കളയുന്നില്ല. ആ വെള്ളവും പരിപ്പും കൂടി നമ്മൾ ആ മസാലയിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി നമ്മളതിനെ ഇളക്കുകയാണ്. ഇതിന് നമ്മൾ ഒരു 5 മിനിറ്റോളം വേവിക്കുകയാണ്. അപ്പോൾ മസാല മുഴുവൻ ആ ദാലിൽ പിടിച്ചു. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 1/2 കപ്പ് പശുവിൻ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ശരിക്കും ആ ഒരു യെല്ലോ കളറിൽ നമുക്ക് ദാൽ ഫ്രൈ കിട്ടി. ഇനി നമ്മളതിൻ്റെ എക്സ്ട്രാ ഫ്ലേവറിന് വേണ്ടി നമ്മളതിലേക്ക് ജീരകത്തിൻ്റെ പൊടി 1/2 ടേബിൾ സ്പൂൺ, ഒരു ടീസ്പൂണോളം ഗരം മസാല, ആവശ്യത്തിനുള്ള മല്ലിയിലേൻ്റെ പ്രത്യേക ലുക്കിനും നല്ലൊരു ടേസ്റ്റിനും ഒരുപാട് ഗുണം ചെയ്യും. ഇനി ഇതിലേക്ക് അല്പം നെയ്യും കൂടി ഒഴിച്ചു കൊടുത്താൽ ടേസ്റ്റായിട്ട് നമുക്ക് നമ്മുടെ ദാൽ ഫ്രൈ കിട്ടും. ജീരകത്തിൻ്റെ പൊടി, ഗരം മസാല, അല്പം നെയ്യ് എന്തായാലും നമ്മളിതിൽ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഒരു മണവും ഗുണവും ഒക്കെ വേറെ ആയിരിക്കും. ഗാർണിഷിനായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അല്പം കൂടി തക്കാളി കൂടി ഇതിന് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതേ മെത്തേഡിൽ തന്നെ ഫാസ്റ്റായിട്ട് നമുക്ക് നമ്മുടെ വീടുകളിൽ അല്പം ദാൽ വേവിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിലൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഏറ്റവും ഫാസ്റ്റായിട്ട് തീരുന്ന മെത്തേഡാണത്. എല്ലാ സജഷൻസും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മൾ ഇനി ചെയ്യേണ്ട ഡിഷുകളും നമുക്ക് വരുത്തേണ്ട മാറ്റങ്ങളും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.